സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാനും അട്ടിമറിക്കുവാനും സഭയിലെ ഒരു വിഭാഗം സഭയോട് മത്സരം പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ കുറെ കൂടി ജാഗ്രതയോടെ പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം സഭയുടെ പിതാക്കന്മാർക്കുണ്ട്. പ്രത്യേകമായി അക്കാര്യം ശ്രദ്ധിക്കേണ്ടത് സഭയിലെ പിതാക്കന്മാരായ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണെന്ന് പറയേണ്ടി വരുന്നത് വേദനയോടുകൂടിയാണ്. സീറോ മലബാർ സഭയുടെ സുനഹദോസ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ സഭയുടെ വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയിലേക്ക് എത്തുക എന്നത് സീറോ മലബാർ സഭയിലെ ഓരോ വൈദികരുടെയും ഉത്തരവാദിത്വമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കാലാകാലങ്ങളായി സഭയുടെ അൾത്താരയിലേക്ക് തങ്ങളുടെ വികാര വിചാരങ്ങളെ ഉയർത്തി നയനങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരാണ്. വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി ഭയഭക്തിയോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പുരോഹിതനാണ്. അതുകൊണ്ട് തന്നെ സഭ എന്തു പറയുന്നുവോ അത് അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുക എന്നുള്ളത് സഭയിലെ പുരോഹിതരുടെ കടമയുമാണ്. പൗരസ്ത്യ സുറിയാനി സഭയുടെ പാരമ്പര്യമായ അൾത്താര അഭിമുഖ ആരാധനാ രീതി അതിന്റെ പൂർണ്ണതയിൽ അർപ്പിക്കേണ്ടത് പുരോഹിതന്മാരുടെ ഉത്തരവാദിത്തമായിരിക്കെ പുരോഹിതരുടെ താന്തോന്നി തരത്തിന് ചില വിശ്വാസികളെ കരുവാക്കിയിരിക്കുന്ന ഇന്നിന്റെ യാഥാർത്ഥ്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പുരോഹിതരുടെ അനുസരണക്കേടിനെ മുൻനിർത്തിക്കൊണ്ട് സഭയുടെ സംവിധാനത്തെ തകർക്കുവാൻ ചില മാവോയിസ്റ്റ് നക്സൽ തീവ്രവാദ സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യം പിതാക്കന്മാർ ഗൗരവത്തോടെ സമീപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരാധന ക്രമകാര്യങ്ങളിൽ ഓരോ വ്യക്തിസഭയും അതിന്റെ തനിമയിലേക്ക് മടങ്ങണമെന്നുള്ള ആഹ്വാനത്തെ തുടർന്നാണ് നമ്മുടെ സഭയിലെ സുറിയാനി പാരമ്പര്യത്തിലെ ആരാധനാക്രമ ഏകീകരണ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എറണാകുളം മെത്രാപ്പൊലീത്തയായിരുന്ന സഭയിലെ ആദ്യത്തെ കർദിനാൾ കൂടിയായിരുന്ന മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന്റെ തെറ്റായ ബോധ്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞതും പരിശുദ്ധ സിംഹാസനം പല സമയത്തും തള്ളിക്കളഞ്ഞതുമായ കാര്യങ്ങളെ പാരമ്പര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഇന്ന് എറണാകുളത്ത് നിലനിൽക്കുന്നു എന്നതാണ് സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ ഏകീകരണത്തിലെ പ്രതിസന്ധിയുടെ മൂല കാരണം. അവരത് തിരുത്തുകയില്ലെന്ന് മാത്രമല്ല, സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാൻ അവരുടെ തെറ്റായ ബോധ്യങ്ങളെ ഉപയോഗിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സഭയുടെ വിവിധ മേഖലകളിൽ കാലാകാലങ്ങളായി ചർച്ച ചെയ്ത് അത് നടപ്പിൽ വരുത്തുമ്പോൾ അതിനെതിരെ നിൽക്കുന്നവർക്കെതിരെ സഭാത്മകമായ നടപടി സ്വീകരിക്കാത്തതാണ് എറണാകുളത്തെ പ്രതിസന്ധി രൂക്ഷമാകുവാൻ മറ്റൊരു കാരണം. സഭയെ അനുസരിക്കുകയില്ലെന്ന് ദുർവാശയോടുകൂടി നിൽക്കുന്ന ആളുകളെ അനുസരിപ്പിക്കുവാൻ അനാവശ്യ ചർച്ചകൾ നടത്തുന്നു എന്നതാണ് വേറൊരു പ്രതിസന്ധി. സഭയിലെ 9 പിതാക്കന്മാർക്കെതിരെ സ്ത്രീ പീഡന കേസുകൾ ഉണ്ടെന്നുള്ള ഭീഷണിയാണ് ഇത്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടു പോകുവാനായി ഉപയോഗിക്കുന്ന അടവ് നയവും. സഭയുടെ പൗരോഹിത്യത്തെയും സന്യാസത്തെയും ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് സഭാവിരുദ്ധരുടെ അജണ്ട. ആഗോള കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ വലിയ സഭയായ സീറോ മലബാർ സഭ ആഗോള സഭയിലെ തന്നെ ഏറ്റവും വലിയ പ്രേക്ഷിത സഭയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സീറോ മലബാർ സഭയിലെ അംഗങ്ങളായ ആളുകൾ പൗരോഹിത്യ ജീവിതവും സന്യാസ ജീവിതവും ജീവിച്ചുകൊണ്ട് സാക്ഷ്യം നൽകുന്ന മാതൃകാപരമായ പാരമ്പര്യമുള്ള ഒരു സഭയാണ്. സീറോ മലബാർ സഭയെ തകർക്കുവാൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിലെ കളിപ്പാവകളാണ് എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകുന്ന ഏതാനും വൈദികർ. അന്താരാഷ്ട്ര തലത്തിലെ തീവ്രവാദ സംഘടനകളുടെ കയ്യിൽ നിന്നും മാവോയിസ്റ്റ് നക്സൽ പോലെയുള്ള പിന്തിരിപ്പൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും സാമ്പത്തിക സഹായം വാങ്ങി എറണാകുളത്തെ വൈദികരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാൻ നേതൃത്വം നൽകുന്നത് ആരൊക്കെയെന്ന് മനസ്സിലാക്കി വെക്കണം. ഫാദർ അഗസ്റ്റിൻ ബട്ടോളി, ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ, ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ തുടങ്ങിയ വൈദികരും തീവ്രവാദ ശക്തികളുമായി നേരിട്ട് ബന്ധമുള്ളവരാണ്. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെയുള്ള വഞ്ചി സ്ക്വയർ സമരം മുതലാണ് സഭയുടെ പൗരോഹിത്യത്തെയും സന്യാസത്തെയും അവഹേളിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ മറനീക്കി പുറത്തു വന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് വഴിമരുന്നിട്ട് കൊടുത്തുകൊണ്ടാവട്ടെ എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധരായ വൈദികരായിരുന്നുവെന്നതാണ് വേദനാജനകമായ മറ്റൊരു കാര്യം. ഇപ്പോൾ പരിശീലനം പൂർത്തീകരിച്ചിരിക്കുന്ന 8 ഡീക്കന്മാർക്ക് പൗരോഹിത്യം കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം വേറൊരു തരത്തിൽ പൗരോഹിത്യത്തെ അപമാനിക്കാനുള്ള അവസരമായി എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധ വൈദികർ ഉപയോഗിക്കുന്നുവെന്നത് കാണുമ്പോൾ വീണ്ടും സഭയെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകമാണ് സഭാ അധികാരികൾ കാണിക്കേണ്ടത്. ഇപ്പോൾ നടത്തുന്ന സമരത്തെ വിവേചനത്തോടുകൂടി സഭ കാണുന്നില്ല എങ്കിൽ സീറോ മലബാർ സഭയിൽ വരും കാലങ്ങളിൽ പൗരോഹിത്യത്തിനു മേലുള്ള അട്ടിമറി യാഥാർത്ഥ്യമാവുമെന്നുള്ള ദീർഘവീക്ഷണം ഉണ്ടാവേണ്ടതുമാണ്. പാംപ്ലാനി പിതാവെ, എറണാകുളം അങ്കമാലി സുനഹദോസ് വിരുദ്ധർക്ക് മുമ്പിൽ അങ്ങ് ചർച്ച എന്ന നിലയ്ക്ക് പോയിരുന്നു കൊടുക്കരുത്. സഭയുടെ പിതാക്കന്മാർ എടുക്കുന്ന തീരുമാനം ചർച്ചയിലൂടെ അല്ല നടപ്പിലാക്കേണ്ടത്. അത് അനുസരിക്കുക എന്നുള്ളത് സഭയിലെ പുരോഹിതരുടെയും വിശ്വാസികളുടെയും ഉത്തരവാദിത്വം എന്ന തലത്തിലേക്ക് സഭയെ വളർത്തുവാനാണ് അങ്ങേപ്പോലുള്ളവർ ശ്രമിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാവിരുദ്ധതയ്ക്ക് എരിവും പുളിയും പകരുന്ന എറണാകുളത്തെ 2 പത്രപ്രവർത്തകർക്ക് സഭയെ അവഹേളിച്ചുകൊണ്ടുള്ള ഹെഡ്ലൈനുകൾക്ക് ഇടം കൊടുത്തത് അങ്ങയുടെ അനാവശ്യ ചർച്ചകളാണെന്നത് ഖേദത്തോടെയാണ് പറയേണ്ടി വരുന്നത്.